ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ശേഖരിക്കാൻ ബെവ്കോ. ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. ഒരു മാസത്തിനകം അന്തിമ തീരുമാനമാകും. കഴിഞ്ഞ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് നൽകാനാണ് നീക്കം. പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം ശേഖരിക്കും. ഔട്ട്ലെറ്റിന് സമീപം കുപ്പി നിക്ഷേപിക്കാൻ ബാസ്ക്കറ്റ് ഒരുക്കുകയും ചെയ്യും. സുനിഷ ഏലിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, എന്തായാലും ബെവ്കോ ഒരു ശുദ്ധീകരണ പരിപാടിക്കാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ക്ലീൻ കേരളയ്ക്ക് പരമാവധി ബോട്ടിലുകൾ കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ നിരത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെട്ട നിലയിൽ കാണുന്ന എല്ലാ കുപ്പികളും പെറുക്കാൻ ബെവ്കോ പ്രതിനിധികൾ വരുമോ ഇനി? അരുൺ, ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. കാരണം ഒന്നാമത് മദ്യം കഴിച്ചാലും ഈ കുപ്പി എന്ത് ചെയ്യുമെന്നുള്ളൊരു സംശയമുണ്ട്. വീട്ടിൽ വെച്ചാൽ വീട്ടുകാർ പിടിക്കും, നാട്ടിൽ വെച്ചാൽ തദ്ദേശ വകുപ്പ് പിടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനും ഒരു പരിഹാരമാണ്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ഈ വലിച്ചെറിയുന്നതിലും ഒരു പരിഹാരം കാണാനാണ് ബെവ്കോയുടെ നീക്കം. അതിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഈ കുപ്പി ഉപയോഗിച്ചതിന് ശേഷം പ്രധാനമായും ബെവ്കോ പറയുന്നത് 5 കോടിയിലധികം രൂപയുടെ മദ്യവിൽപ്പന നടക്കുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ മദ്യം നൽകിയിട്ടാണ്. ആ കുപ്പികൾ ശേഖരിക്കുന്നത് വഴി പൂർണ്ണമായും ഈ കാട്ടിലൊക്കെ കുപ്പികൾ വലിച്ചെറിയുന്നതിന് ഏറെക്കുറെ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് സാധാരണ രീതിയിൽ മദ്യം കഴിച്ചതിന് ശേഷം ഈ കുപ്പി കൊണ്ടുവന്ന് ഈ ഔട്ട്ലെറ്റിന് തൊട്ടടുത്തായി ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും ഈ ബാസ്ക്കറ്റ് വെക്കുന്നതിനുള്ള ആലോചന കൂടി ബെവ്കോ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബാസ്ക്കറ്റിലേക്ക് ആ ഒഴിഞ്ഞ കുപ്പി ഇട്ടാൽ മതി. അത് ക്ലീൻ കേരള തന്നെ ശേഖരിച്ച് കൊണ്ടുപോയിക്കൊള്ളും. ഈ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ട ചർച്ചയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത മാസത്തോടുകൂടി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആലോചനയിലേക്ക് ബെവ്കോ കടക്കുമെന്നുള്ളതാണ്. 2020 തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതി നേരത്തെ തന്നെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് കോവിഡ് കാലമായി, അതുകൊണ്ട് തന്നെ അതൊരു മുടങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അടുത്ത ഘട്ടമായി ഇതൊക്കെ തന്നെയും ശേഖരിച്ചുകൊണ്ട് ഇതിലൊരു കൃത്യമായ ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ബെവ്കോ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ ചർച്ചയൊക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില ചോദ്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഈ കുപ്പി കൊണ്ടുവരുന്നവർക്ക് പണം കൊടുക്കുമോ, നിക്ഷേപിക്കുന്നവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമെന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൂടി ബെവ്കോ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ കുപ്പികളൊക്കെ കൊണ്ട് നൽകുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം നൽകുന്നതോ അത്തരമൊരു സംവിധാനം കൂടി ആലോചനയിലുണ്ട് എന്നതാണ്. അത്തരത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അതിന്റെ സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത മാസത്തോടുകൂടി തന്നെ ഈ ഒഴിഞ്ഞ കുപ്പികൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ബെവ്കോ ഒരുക്കുമെന്നുള്ളതാണ്. അരുൺ, സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. നല്ല നീക്കമാണ്. ക്ലീൻ കേരളയ്ക്ക് വേണ്ടിയിട്ട് ബെവ്കോ തന്നെ മദ്യക്കുപ്പികൾ ശേഖരിച്ചു തുടങ്ങുന്നു. പലപ്പോഴും മദ്യം കഴിക്കുന്ന ആളുകളൊക്കെ കുപ്പി പുറത്തേക്ക് വലിച്ചെറിയുക. നമ്മളീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന ബിയർ കുപ്പികളും മറ്റു മദ്യക്കുപ്പികളും ഒക്കെയാണ്. പ്രത്യേകിച്ച് വെള്ളം കുടിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പോലും അവിടെ എടുത്തെറിയുന്നു. ഇപ്പോൾ ബെവ്കോ അതൊക്കെ ശേഖരിച്ച് ക്ലീൻ കേരളയ്ക്ക് കൊടുക്കാൻ പോകുന്നു. നല്ല നീക്കം, സ്വാഗതം ചെയ്യപ്പെടണമെന്നുള്ളതാണ്. ബെവ്കോ മാത്രമല്ല, ഒട്ടുമിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഈ രംഗത്തേക്ക് ഇറങ്ങുക. അങ്ങനെ കേരളത്തെ നമുക്ക് ക്ലീനാക്കി മാറ്റാൻ പറ്റുക.